നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള റോൾ മോഡലായിട്ടുള്ള ലീഡേഴ്സിനെ നമ്മൾക്ക് ആവശ്യമാണ്. എലക്ഷൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ പാർട്ടിയും മതവും ഒന്നും നോക്കാതെ നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്ന്. ഇപ്പോൾ പുതിയ ഭരണമൊക്കെ കേരളത്തിൽ വന്നു, അതുപോലെ തന്നെ തമിഴ്നാട്ടിലും. അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതായത് ഞാൻ നാട്ടിൽ വരുമ്പോഴൊക്കെ സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. അവരുടെ മാനസിക ആരോഗ്യത്തെപ്പറ്റി അവലോകനം എന്ന രീതിയിലും, പിന്നെ ഞാൻ കടന്നുപോയ വഴികൾ എങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, കഷ്ടപ്പാടെന്ന് പറയുന്നത് ഇന്നൊരു നിമിഷത്തേക്കുള്ളതാണ്, കഷ്ടപ്പാടിന് പിന്നെ അതിൽ നിന്ന് നമുക്ക് മോചനം നേടാം, അതിനു വേണ്ടിയുള്ള വഴിയെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. പിന്നെ അതോടൊപ്പം തന്നെ എന്നെ ഈ ഓരോ പ്രാവശ്യവും ഈ കുട്ടികളെ കാണുമ്പോൾ എന്നെ ഓരോ വർഷം കഴിയും തോറും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, തുടക്കത്തിലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ആർക്കും മയക്കുമരുന്നിനെ പറ്റിയോ അതിൻ്റെ പേരുകളോ എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഇതൊന്നും ആർക്കും അറിവില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ മയക്കുമരുന്നുകളുടെ പേരുകളും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെവിടെ കിട്ടും, ഇങ്ങനെയുള്ള രീതികളിലുള്ള സംസാരങ്ങൾ കേട്ടപ്പോൾ എനിക്ക് അത് വളരെയധികം എന്നെ വേദനിപ്പിച്ചു. അതായത് ഞാൻ ഈ മെൻ്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതിൽ പിന്നെയാണ് എനിക്ക് പോലും പല മയക്കുമരുന്നുകളുടെ പേരുകളും അതെങ്ങനെ ഉപയോഗിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്ക് ഇതെല്ലാം അറിയാമെങ്കിൽ അവർ എത്രത്തോളം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എക്സ്പോഷർ ആണെന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതുപോലെ തന്നെ അതായത് പല അംബാസിഡറേഴ്സിനെയുമൊക്കെ വെച്ച് മയക്കുമരുന്ന് മാഫിക്കും മയക്കുമരുന്ന് ഉപയോഗത്തിനും എതിരായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മിസ്റ്റർ വി.ഡി. സതീശൻ സാറിനും, അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന മിസ്റ്റർ രമേശ് ചെന്നിത്തല സാറിനും നിങ്ങളുടെ ഹാർഡ് വർക്കിനും ഒത്തിരി താങ്ക്സ്. നമ്മുടെ കേരളം ഒരു ലഹരി വിരുദ്ധ, മയക്കുമരുന്ന് വിരുദ്ധ സംസ്ഥാനമായിട്ട് ഉയരാൻ ഇടയാവട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പുതിയ നിയമം വന്ന് ആൽക്കഹോൾ ഉപയോഗിക്കേണ്ട ഏജ് 23 എബവ്, അതായത് ഈ 23 എബവ് ആയിട്ടുള്ളവർക്കേ ഉള്ളൂ ആൽക്കഹോൾ വാങ്ങാൻ പറ്റത്തുള്ളൂ. അതെ, 23 വയസ്സിൽ താഴെയുള്ള ആർക്കും ആൽക്കഹോൾ ഉപയോഗിക്കാനോ വാങ്ങിക്കാനോ പറ്റാത്ത ഒരു നിയമം അറിഞ്ഞതിൽ ഒത്തിരി താങ്ക്സ് ഉണ്ട്. അതെ, നമ്മുടെ കേരളം ലഹരി വിരുദ്ധമായിട്ട് മുമ്പോട്ട് പോട്ടെ. അതിനുവേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം. നമ്മുടെ മന്ത്രിമാരും മറ്റ് ഉദ്യോഗസ്ഥരും ചെയ്യുന്ന ഈ ഹാർഡ് വർക്കിനെയും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അതെ, നമുക്കൊത്തൊരുമിച്ച് ഇതിനുവേണ്ടി പരിശ്രമിക്കാം. താങ്ക് യു.